അപ്പോൾ ഇന്നത്തെ പറയേണ്ട നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് പറയും, സ്വാമി ചിത്ര നക്ഷത്രത്തിൽ പറഞ്ഞാൽ ജനിക്കുന്ന കുടി നശിച്ചു പോകും, ഞാൻ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചതാണ്, അപ്പുറത്ത് മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അതിലൊരു സത്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിലൂടെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, തലയിൽ തീ പിടിച്ചവനെ പോലെ ഗുരുനാഥ ഗുരുനാഥ എന്ന് വിളിച്ച് എനിക്കൊരു ശകലം പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമസ്കാരം. മരണശേഷം ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭൗതികമായി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ദോഷഫലങ്ങൾ മരണാനന്തരം ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നല്ല പഠനം നടത്തുക മാത്രമല്ല, മരിച്ചവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, പുസ്തകങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ എല്ലാം പൂർണ്ണമായിട്ട് ഇവിടെ പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. എന്തായാലും ചിത്തിര നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള ചോതി വിശാഖ മനിരം കേട്ട മൂലം പൂരാടം ഉത്രാടം ഇത്തരം നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇനി മുതൽ അങ്ങോട്ടുള്ള നക്ഷത്രങ്ങൾ പൂർവ്വജന്മത്തെക്കുറിച്ചിട്ടുള്ള പ്രേത വിഷയവും കൂടെ ഞാൻ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കാന്തല്ലൂരിലായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമാണല്ലോ കാന്തല്ലൂരിൽ നട തുറക്കുന്നത് എൻ്റെ പ്രത്യങ്കര ദേവി ഒന്ന് കാണാൻ. അങ്ങനെ അവിടെ 128 കിലോ ഉള്ള മുടിയുണ്ട് പിന്നെ പ്രത്യങ്കരയുടെ, അതെടുക്കും. ഒരു വർഷത്തെ കഠിനാധ്വാനമാണ്, ഭക്തിയുടെ ഒരു പ്രത്യേക തലമാണത്. ആരോഗ്യം എത്രയുണ്ടെന്നുള്ളതല്ല, പക്ഷേ ദേവിയിലെല്ലാം സമർപ്പിച്ച് നമ്മളിത് എടുക്കുമ്പോൾ നമുക്കതിലൊരു ഭാരം തോന്നാറേയില്ല. എന്തായാലും അത് കഴിഞ്ഞു, നട അടച്ചു. അതുകൊണ്ട് ഇന്നലെയാണ് കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചു വന്നത്. ധാരാളം പേർ വിളിച്ചു, വീഡിയോ കാണാത്തത് കൊണ്ടും ഞാനീ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരുപാട്. അതൊരു സന്തോഷമാണ്. ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറയാറുമില്ല. പക്ഷെ നമുക്ക് ചുറ്റും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചുറ്റും അറിയാത്തൊരു പ്രതിഭാസം, നമ്മളെ നിഴൽ പോലെ പിന്തുടരുന്ന നമ്മുടെ പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ, ഈ ജന്മത്തിലെ കർമ്മങ്ങൾ, പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ, സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ എങ്ങനെയാണ്, അവൻ എവിടെ പിടിച്ചാലാണ് സമാധാനം കിട്ടുക, മനസ്സിന് ശാന്തി കിട്ടാനുള്ള മാർഗം എന്താണ്? ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ കാന്തല്ലൂരിൽ ഒരുപാട് പേര് വന്നു, സുഹൃത്തുക്കൾ. എനിക്ക് അത്ഭുതം തോന്നിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നു, എൻ്റെ ദേവിയെ കണ്ടു, വാർത്താളിയെ കണ്ടു, പ്രത്യങ്കര ദേവിയെ കണ്ടു, എൻ്റെ ഭദ്രകാളിയെ കണ്ടു. നിരന്തരം അവിടെ പൂജകൾ ചെയ്തു കൊടുക്കാനോ ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ ഉള്ള അവസ്ഥകളില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വർഷത്തിലൊരിക്കൽ തുറക്കുന്ന ആ നടയിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മൾ എത്ര കാലം ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ലേ പ്രധാനം. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈശ്വരൻ നമ്മളെ മുമ്പിലോട്ട് തെളിക്കുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചത്തിലൂടെ മാത്രമേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മളൊരിക്കലും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. എന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, നമ്മുടെ ഒരു പ്രത്യേക ബോഡിയാണ്, യാതൊരു കണക്ഷനും ഇല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് നമ്മുടേത്, ഇല്ലേ? നമ്മളൊരു പ്രകാശം, ലൈറ്റ് തെളിയണമെങ്കിൽ നമ്മളൊരു പ്ലഗ് കുത്തിയിട്ട് സ്വിച്ചിട്ടാൽ മാത്രമേ പ്രകാശം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സ്വയം പ്രകാശിക്കുകയും കർമ്മങ്ങൾ കൊണ്ട് പൂർവ്വജന്മ ദോഷത്തിലെ അന്ധകാരങ്ങൾ മാറ്റാനും ഈശ്വരൻ്റെ കാലിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ആ പ്രകാശം, ഉള്ളിലെ പ്രകാശം, സത്കർമ്മങ്ങളുടെ പ്രകാശത്തിലൂടെ മാത്രമേ മുമ്പിലോട്ട് നടക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പൂർവ്വജന്മത്തെ കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, സ്വാമി പൂർവ്വജന്മത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ, ഞങ്ങൾക്കറിയില്ലല്ലോ, പൂർവ്വജന്മത്തിലെ ദോഷങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളിതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരോടൊരു ചെറിയ ഉദാഹരണം പറയാം. പൂർവ്വജന്മ ദോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ജന്മത്തിലെ അതിൻ്റെ ബാക്കിയുള്ള ഫലങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. പൂർവ്വജന്മ പാപങ്ങൾ കൊണ്ടാണ് നമ്മളിത് അനുഭവിക്കേണ്ടി വന്നതെന്നും ഈ ജന്മത്തിൽ അതിൽ പൂജ പരിഹാരങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ തിരിച്ചറിയുക, നമ്മൾ പൂർവ്വജന്മം ചെയ്ത തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥ മുഴുവൻ. അതുകൊണ്ട് നമുക്കിനി സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, മറ്റുള്ളവൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാതിരിക്കുക, മറ്റുള്ളവൻ്റെ സ്വപ്നങ്ങൾ തകർക്കാതിരിക്കുക, മറ്റുള്ളവൻ്റെ ജീവിതം തകർക്കാതിരിക്കുക, അവൻ്റെ ഭൂമി പിടിച്ചെടുക്കാതിരിക്കുക, അസൂയയും കുശുമ്പോടുകൂടി ജീവിക്കാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണങ്ങൾ പറയാതിരിക്കുക,
ഒരുത്തൻ നമ്മുടെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ കൊല്ലുക എന്നുള്ള അവനെ കൊല്ലുക എന്നുള്ളതല്ല, അവനുള്ള ശത്രുത തീർത്തുകൊണ്ട് ഈശ്വര അവനെന്നുള്ള ശത്രുത തീരണേ, ആ ശത്രുതയാണ് കൊല്ലേണ്ടതെന്ന് തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനസാന്തരമുണ്ടായാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാകും. ഞാനിത് പറയാനുള്ള ഉദാഹരണം, നട തുറന്നതിന് ശേഷം രാത്രി ഞാൻ മുടിയൊക്കെ എടുത്തതിന് ശേഷം പ്രത്യങ്കര ഹോമമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കുമ്പോൾ പിന്നെ കാന്തല്ലൂരിലെ നല്ല തണുപ്പാണ്, കൊടും തണുപ്പ്. പക്ഷേ പൊതുവേ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം തണുപ്പ് വളരെ കുറവായിരുന്നു. ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഒരു 2 മണിയായി കാണും. അവിടെ ഇല്ലെങ്കിൽ തന്നെ മഞ്ഞ് വീഴുന്ന ശബ്ദം കേൾക്കാം. ഗുരുനാഥ എന്നൊരു വിളി കേട്ടു. എന്നെ ഒരാൾ മാത്രമേ ഗുരുനാഥ എന്ന് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ചുറ്റുമുള്ളവർക്ക്, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവർ, എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവതയെ, ഉപാസനാമൂർത്തിയെ വിശ്വസിക്കുന്നവർക്ക് ആ ഉപാസനാക്രമം അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അമിതമായ ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ ഹിമാലയ യാത്രകളിലും മറ്റും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ മജ്ജയമാംസ ഹിമാലയം എന്ന പുസ്തകത്തിലും ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലും നോവുകടലിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മളിലേക്ക് വരുന്ന, ഇതിലേക്ക് കാന്തല്ലൂർ ആശ്രമത്തിലേക്ക് വിശ്വസിച്ച് വരുന്നവർക്ക് പകർത്തി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാത്തൊരു ലോകമൂടെയുണ്ട്, അതൊരു മറ്റൊരു ലോകമാണ്. നമ്മുടെ മനസ്സ് സഞ്ചരിക്കാത്ത മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുന്ന അനുഭവത്തിൽ നിന്ന്, അനുഭവമാണ് സമ്പത്ത്. ആ സമ്പത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് സമ്പത്താകുന്നത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. കുറേ പണമുണ്ടാകുന്നതല്ല സമ്പത്ത്, അനുഭവങ്ങളാണ് സമ്പത്ത്. ആ അനുഭവത്തിൻ്റെ അംശങ്ങൾ ഒരാൾ അനുഭവിച്ചതൊക്കെ ഇതൊക്കെയാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും തന്നെ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ ഉപാസനാമൂർത്തിയെ വിശ്വസിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുമ്പോഴുമാണ് ഉത്തമമായ ഒരു ജീവിതത്തിൻ്റെ അവസാനമുണ്ടാകുന്നത്. മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. അല്ലാതെ കുറേ പണം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് അവൻ്റെ ദുരന്തത്തിൻ്റെ ഒരു അംശവും കൂടെ 6-1 ദോഷം എന്നാണ് പറയുന്നത് പൂജകർമ്മങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇവിടെ എനിക്കറിയാവുന്ന നിരവധി പൂജാര തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും അവരുടെ ഒരു കർമ്മങ്ങളും ഇങ്ങോട്ട് എടുക്കാറില്ല. അവർ ഒരു യാന്ത്രികമായ ആ പൂജകൾ പരിഹാരങ്ങൾ ചെയ്തു പോകും എന്നുള്ളതല്ലാതെ. എനിക്കറിയാവുന്ന ഒരു വലിയ കുലത്തിലെ ഒരു തിരുമേനിമാരെ ഞാൻ കുറ്റം പറയുന്നതല്ല, അദ്ദേഹത്തിന് നിത്യം ചെയ്യേണ്ട കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരുടെ കർമ്മങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാറ് പോലുമില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയല്ല. ഞങ്ങൾ ഒരാൾ കാന്തല്ലൂർ ആശ്രമത്തിൽ ഇല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരക്രിയകൾ ചെയ്യുമ്പോൾ അവൻ്റെ ദേശം, എൻ്റെ പൂജകൾ ചെയ്തിട്ടുള്ളവർക്ക് ആ ദേശത്തിരിക്കുന്ന വീട്, ആ വീട്ടിലെ പിതൃക്കൾ, പിതാമഹന്മാർ, അവരുടെയൊക്കെ പേര് എഴുതി വാങ്ങിച്ചതിന് ശേഷം ഓരോ ക്രമങ്ങൾ ഇത്ര കഴിയുമ്പോൾ ആ ഹോമമുണ്ടമായിട്ട് ആ പേര് ബന്ധപ്പെടുത്തി ഈ നക്ഷത്രത്തിൽ ഇന്ന ദേശത്ത് ഇന്നാരുടെ മകനായി ജനിച്ച ആളിൻ്റെ ദോഷങ്ങൾ അനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ആ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പല വീടുകളിലും നമ്മളെ ഗണപതി ഹോമം സുദർശനമൊക്കെ വിളിക്കുമ്പോൾ അവർ ഒന്ന് ചെയ്തിട്ട് പോകും എന്നുള്ളതല്ലാതെ ആ വീട്ടുപേരോ ആ വീട്ടിലെ നക്ഷത്രങ്ങളോ ആ വീട്ടിലെ ആൾക്കാരുടെ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാറില്ല. അവർ വരുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, പോകുന്നു. ഇതൊരു തെറ്റായ നടപടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു വീട്ടിൽ പരിഹാരക്രിയകൾ ചെയ്യുമ്പോൾ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ പേരും ആ വീടിൻ്റെ നക്ഷത്രങ്ങളും ആ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു സുദർശനഗണം ഗണപതി ഹോമോ മൃത്യുഞ്ജയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരു ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ ചെയ്തു പോവുകയാണ് സാധാരണ ഉള്ള ഒരു പതിവായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലാതെ തന്നെ ആ കർമ്മം ചെയ്യുന്ന ആളും ആ കർമ്മിയും ആ വീടുമായിട്ടും ആ ഹോമകുണ്ടമായിട്ടൊരു ബന്ധം വരണം. അവൻ ജപിക്കുന്ന മന്ത്രങ്ങളുമായിട്ടൊരു ബന്ധം വേണം. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ചെയ്താൽ മാത്രമേ കലിയുഗത്തിൽ പൂജകൾക്ക് പരിഹാരമുള്ളൂ, ഹോമങ്ങൾക്ക് പരിഹാരമുള്ളൂ. പൂജ എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്ര എന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ പൂർവ്വജീവനം മനസ്സിലാക്കിയിട്ട് തൻ്റെ ദോഷമാണോ ഇല്ലെങ്കിൽ തൻ്റെ പൂർവികരുടെ ദോഷമാണോ അല്ല തൻ്റെ പൂർവ്വജന്മത്തിലെ ദോഷമാണോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ദോഷപരിഹാരം, സന്താനങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്, തനിക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്, തനിക്ക് രോഗദുരിതങ്ങൾ മാത്രമല്ല ശരീരം നശിച്ചു പോകുന്ന ശരീരത്തിൽ രോഗദുരിതങ്ങൾ വരും, ആ രോഗത്തിന് ശാന്തി കിട്ടേണ്ടത് എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട്
കാര്യങ്ങൾ ഒരു കർമ്മി എന്ന് പറയുമ്പോൾ അത് ആദ്യം ചെന്നിട്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ പരിഹാരക്രിയ. എൻ്റെ പിതൃക്കൾക്ക് ദൈവവിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നോ, അവർ കുടുംബത്തിൽ ദോഷമുണ്ടാക്കിയിട്ടുണ്ടോ, സർപ്പക്കാവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വാസ്തു സംബന്ധമായ വിഷയങ്ങളുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് ഒരു ഹോമം തീരുമാനിക്കുക, ഒരു പൂജ തീരുമാനിക്കുക. അതല്ലാതെ നമ്മൾ യാന്ത്രികമായി ചെയ്യുന്നതൊന്നും തന്നെ അതിൻ്റെ ഫലവത്തായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, എന്നെ ഗുരുനാഥ എന്നൊരു വിളി കേൾക്കുന്നു രാത്രി. ഒരു 2 മണി. ഞാൻ ഉടനെ നോക്കുമ്പോൾ 2 മണിയാണ്. കാന്തല്ലൂരിലെ തണുപ്പാണ്. ആ വിളി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ആ വിളി എനിക്ക് വിളിച്ചത് ആരാളെന്ന് മനസ്സിലാക്കി. ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. എൻ്റെ അവിടെ അഭയം തേടി വന്ന ഒരാളുണ്ടായിരുന്നു. ജീവിതമാർഗങ്ങളെല്ലാം വഴിമുട്ടിപ്പോയപ്പോൾ തന്ത്രശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യങ്കര മന്ത്രവും പ്രത്യങ്കരയുടെ ജീവിത രീതികളും പ്രത്യേക തന്ത്രശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആശ്രമത്തിൽ നിർത്തിയിരുന്ന ഒരാളാണ്. ആശ്രമത്തിൽ വന്ന് പരിഹാരങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ധനം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഒരു വീടിൻ്റെ ചോറ്റാനിക്കര ഭാഗത്തുള്ള ഒരു വീടിൻ്റെ പുറകിൽ കുറേ ഒരു നിവൃത്തിയുമില്ലാതെ 2 വിഗ്രഹം വെച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയ പ്രസാദ് എന്ന് പറഞ്ഞ എൻ്റെ പഴയ സുഹൃത്ത്, ഇദ്ദേഹം എൻ്റെ പലവട്ടം വിളിച്ചപ്പോൾ ഞാൻ പ്രസാദിനോട് പറഞ്ഞു, പ്രസാദ് വീട് അടുത്താണല്ലോ, ഇദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി കണ്ടിട്ട് എന്നെ വിളിച്ച് പ്രസാദ് പറഞ്ഞു, സ്വാമി അത് സ്വാമിക്ക് പറ്റിയ ആളാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു ചായ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാര്യമില്ല. അപ്പം തന്ത്രശാസ്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നും അറിയില്ല, അദ്ദേഹത്തിന് അവിടെ ആരും അറിയില്ല. എന്തായാലും ഞാൻ സംസാരിക്കുക മാത്രമല്ല, അദ്ദേഹം എന്നെ രക്ഷിക്കണം എന്ന്. നമുക്കാരെയും രക്ഷിക്കാൻ, ദൈവത്തിന് രക്ഷിക്കാൻ പറയാം. ഒരു മനുഷ്യൻ വേറൊരാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള നിയോഗമുണ്ടെങ്കിൽ ആരും രക്ഷപ്പെടുത്താണ്ട് ഭഗവാൻ തന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്നുള്ളതാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തിനെ ആശ്രമത്തിലേക്ക് വരുത്തുകയും ആശ്രമത്തിലെ പൂജാതി കാര്യങ്ങളൊക്കെ പറയുകയും എൻ്റെയിലുള്ള താളിയോലക്കെട്ടിൽ നിന്ന് തന്ത്രശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനിലെ യഥാർത്ഥ ഭഗവാൻ അപ്രത്യക്ഷമാവുകയും പണമെന്ന് പറയുന്ന, ധനമെന്ന് പറയുന്ന വികാരത്തിന്, ധനമെന്ന് പറയുന്ന പൈശാചിക ശക്തിക്ക്, പൈശാചിക ശക്തി എന്ന് ഞാൻ എപ്പോഴും പണത്തെക്കുറിച്ച് പറയുള്ളൂ. ഒരു മനുഷ്യൻ്റെ നന്മ ഇല്ലാതാക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ഈശ്വര വിശ്വാസം ഇല്ലാതാക്കുന്നത്, അവനിൽ അഹങ്കാരം നിലനിൽക്കുന്നത് വന്നു തുടങ്ങുന്നതൊക്കെ ഈ പണത്തിൻ്റേതായിട്ടൊരു കൊഴുപ്പെന്ന് പറയും. അവന് പണത്തിൻ്റെ കൊഴുപ്പാണെന്ന് പല ആൾക്കാർ പറയും. അപ്പോൾ അങ്ങനെ വന്ന് അയാളിലുള്ള ഒരു മാറ്റം ഞാനിങ്ങനെ കണ്ടു. അദ്ദേഹം കിലോ കണക്കിന് സ്വർണ്ണമൊക്കെ ധരിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് നിരവധി എൻ്റെ ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം. അങ്ങനെ പ്രതിഷ്ഠാ സമയത്ത് ഞാനാണ് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യങ്കരാദേവി പ്രതിഷ്ഠിക്കുമ്പോൾ പ്രത്യങ്കരാദേവിക്ക് നമ്മുടെ മുളക് അരച്ച് തേക്കുക എന്നുള്ളൊരു സത്യമാണ്. ഞാൻ മനുഷ്യൻ്റെ നീറ്റലുകൾ, അവൻ്റെ വേദനകൾ ദേവി എടുക്കും എന്നുള്ളതാണ്. മുളക് കൊണ്ട് അഭിഷേകമാണ്, മുളക് കൊണ്ടുള്ള നിവേദ്യമാണ്. 25 കിലോ വരെ നമ്മൾ ശത്രുതാ സംഹാരത്തിന് ഹോമിക്കും, മലര് ഹോമിക്കും, മഞ്ഞളും ഉപ്പും ഹോമിക്കും. ഇതെല്ലാം ശത്രുതാ സംഹാരത്തിനല്ല, ശത്രുതാ സംഹാരത്തിനുള്ളതാണ്. ബഹളാമുഖിയും ചിന്നമസ്തയും ഇതെല്ലാം ഓരോരോ ഘട്ടധൂമാവതിയും ഇതെല്ലാം ഓരോരോ ദേവതമാർക്ക് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദ്രവ്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഏതോ ദുഷ്ടശക്തികളുടെ പിടിയിൽപ്പെട്ട്, അങ്ങനെയാണല്ലോ എവിടെയും ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കപ്പെടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഇല്ലെങ്കിൽ കൂടുതൽ ആർത്തി ഉണ്ടാകും. ആ ആർത്തിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം എൻ്റെ പ്രത്യങ്കരാദേവിക്കെതിരെയായും ഞാൻ ദേവിക്ക് മുളക് തേക്കുന്നത് കൊണ്ട് ഇനി അടുത്ത ഒരു വർഷത്തെ അടുത്ത മുളക് തേക്കാൻ ഇദ്ദേഹം ഉണ്ടാകില്ല എന്നുമൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഈ വീഡിയോയിലൂടെയൊക്കെ അവതരിപ്പിച്ചുള്ള ഒരാളാണ്. അദ്ദേഹം എന്നെ ഗുരുനാഥ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ അവിടുന്ന് ഒഴിവാക്കേണ്ടി വരാനുള്ള നിരവധി വിഷയങ്ങളുണ്ടായി. ഇതുകൊണ്ടാണ് എന്തായാലും അദ്ദേഹം ശത്രുവായിട്ട് മാറി. പ്രത്യങ്കരാദേവിക്ക് പൂജ നടത്തിയിരുന്ന ഒരാൾ ആ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവ്യഥ അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും. എന്തായാലും അദ്ദേഹം എൻ്റെ മാത്രമല്ല, ഒരു ഉപാസകൻ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ഉപാസകൻ്റെ ശത്രുവായി മാറുമ്പോൾ ദേവി മൂർത്തി അയാൾക്ക് ശത്രുവായി മാറി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം അതിദാരുണമായി മരണപ്പെടുന്നതിന് മുമ്പ് ഒരാൾ വഴി എന്നെ അറിയിച്ചു, എനിക്ക് ഗുരുനാഥനെ ഒന്ന് കാണണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച ഇന്ന ആളാണ്. അതും കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളവിടെ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങിയ ആൾക്കാർ തന്നെയൊക്കെയാണ്. അത് അങ്ങനെയാണ്. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ
നമ്മളെ ഒരാൾക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരാളുടെ മാത്രമേ നമ്മളെ ഇല്ലാതാക്കാൻ കഴിയൂ എന്നുള്ള പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് എനിക്കല്ല, എന്നോടൊപ്പം ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ വരുന്നവർ പറയും എന്നോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് എന്നെ ചതിച്ചത്, അവനെനിക്കെതിരെ ആഭിചാരം ചെയ്തു, ഞാൻ അവനെ കൂടെ പിടപ്പിനെ പോലെ സഹായിച്ചതാണ്, കൊണ്ടു നടന്നതാണ്, വളർത്തിയെടുത്തതാണ്. പക്ഷെ അവനിപ്പോൾ ശത്രുഭാവത്ത് നിന്ന് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ രഹസ്യങ്ങളൊക്കെ അവനറിയാം, എനിക്ക് ചെറിയ രഹസ്യങ്ങളുണ്ട്, ആ രഹസ്യങ്ങളൊക്കെ അവൻ പരസ്യപ്പെടുത്തുമെന്ന് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈശ്വരൻ കൊടുക്കുന്ന കടുത്ത ശിക്ഷയുണ്ട്. നന്ദികേടും നെറുകേടും കാണിക്കുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന വലിയ ശിക്ഷയാണ്. അത് എൻ്റെ ശിഷ്യനായിട്ട് വന്നു എന്ന് പറയുന്ന എന്നെ ഗുരുനാഥ എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിനും ഉണ്ടായി. അദ്ദേഹം എന്തായാലും അതിദാരുണമായി മരണപ്പെട്ടു. അപ്രതീക്ഷിതമായിട്ട് അടുത്തൊരു വർഷം നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്ന് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കാണണമെന്നും എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഇന്ന ആളൊക്കെയാണെന്നും ഒരു ദുഷ്കീർത്തി ഉണ്ടായ ഒരു പത്രപ്രവർത്തകനും, കാരണം സമൂഹത്തിൽ ദുഷ്കീർത്തി ഉണ്ടായ ഒരു വലിയ പ്രസ്ഥാനം നശിപ്പിച്ച ഒരു പത്രപ്രവർത്തകനാണ് ഇതിൻ്റെ പിന്നിലെന്നും, പിന്നെ സ്വാമി ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് വിചാരിച്ചവരൊക്കെയാണ് സ്വാമി എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാമാണല്ലോ ഈ എത്രയോ കാലങ്ങളായിട്ട് എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും എനിക്ക് മാറാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വര എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. എന്തായാലും ആ രാത്രി അദ്ദേഹത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്നുള്ളതാണ്. അദ്ദേഹം എൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിലൂടെ, ഞാൻ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് എൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിലൂടെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. തലയിൽ തീ പിടിച്ചവനെ പോലെ ഗുരുനാഥ ഗുരുനാഥ എന്ന് വിളിച്ചു. എനിക്കൊരു ശകലം പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാനത് ടീച്ചറിനോട് പറയുക ചെയ്ത്, എനിക്കിന്നലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി അദ്ദേഹം ആ ഗുരുനാഥ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരുന്ന, മരണപ്പെട്ടു പോയ എൻ്റെ ദേവീ വിഗ്രഹത്തെ അവഹേളിച്ച, ഞാൻ മുളക് ഇതായിട്ട് കൊടുത്തപ്പോൾ അതിനെ അവഹേളിച്ച, എൻ്റെ മരണം 1 വർഷത്തിനകം 12 മാസത്തിനകം കാന്തല്ലൂർ സ്വാമിയുടെ മരണം ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഭൂമിയിലില്ല. അദ്ദേഹം എൻ്റെ നിലവിളക്ക്, ഞാൻ പ്രത്യങ്കര കഴിഞ്ഞ് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ മുടിയെടുത്തിട്ട് 128 കിലോ ഭാരമുള്ള ആ മുടിയെടുത്തിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്നെ ഗുരുനാഥ എന്ന് വിളിച്ച് അദ്ദേഹം എൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലറിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു അർത്ഥം, ആത്മീയതയിൽ നിൽക്കുമ്പോൾ, ഉപാസകനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ദേവിയോട്, അവിടെ വ്യക്തിക്കല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ എന്ന് വിളിച്ച ഗുരുനാഥനല്ല പ്രസക്തി, നമ്മൾ മൂർത്തിയോട് കടപ്പെട്ടിരിക്കണം. മൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസ പ്രമാണങ്ങൾ കൊടുക്കുന്ന, വിശ്വസിക്കുന്ന ഒരു മൂർത്തിയാണ്. പ്രത്യേകം അദ്ദേഹം എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ വരുന്നവർക്കറിയാം, ഒരു കുടം വെള്ളം ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, അത് തെറിച്ചു പോകും, തന്നെത്താൻ തെറിച്ചു പോകും. അത്ര ആകർഷണമുള്ളതാണ് അവിടുത്തെ എല്ലാം തന്നെ. അവിടെ ഒരു പാമ്പ് പോലും ഉള്ള സ്ഥലമല്ല. ഇപ്പോൾ അവിടെ മുഴുവൻ നാഗങ്ങളാണ്, വലിയ നാഗങ്ങളാണ്, വലിയ വിഷമുള്ള നാഗങ്ങളാണ് ഇനി ചുറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജൂലൈ 16-ാം തീയതി ആയില്യത്തിനൊരു വലിയ നാഗഹോമം വെച്ചേക്കുകയാണ്. കാളസർപ്പ ദോഷപരിഹാര ഹോമം എന്ന് പറഞ്ഞൊരു വലിയ ഹോമം അവിടെ വെച്ചേക്കാണ്. കാരണം അവിടെ മുഴുവൻ നാഗങ്ങളാണ്, ഒരു നാഗം പോലും ഇല്ലായിരുന്ന സ്ഥലമാണ്. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യേണ്ടി വരുന്നു. സാധാരണ അത് നട തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനത് നടത്തിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. കാരണം കടുത്ത വിഷനാഗങ്ങൾ എൻ്റെ ആശ്രമത്തിന് ചുറ്റും, എൻ്റെ ആശ്രമത്തിനകത്തും, എൻ്റെ നാഗങ്ങളുടെ മുമ്പിലും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെടുത്ത് അപ്പുറത്തേക്ക് പുറത്ത് ഒക്കെ വിട്ടെങ്കിലും ഇതെല്ലാം തന്നെ അവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. നാഗശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ജൂലൈ 16-ാം തീയതി അവിടെ ഈ നാഗപൂജ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്ന്, ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സത്യസന്ധമല്ലെങ്കിൽ ഇതേപോലെ മരണാനന്തരം നമ്മൾ അലഞ്ഞു തിരിയും എന്നുള്ളതാണ്. മരണാനന്തരം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം കഴിഞ്ഞ് കർമ്മമനുസരിച്ചുള്ള മരണാനന്തര ജീവിതത്തിൽ ഒരു ലെയറിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും നമ്മൾ ചെയ്യുന്ന അസത്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ധർമ്മമില്ലായ്മയും, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും പരിണിത ഫലങ്ങൾ, അല്ലേ, പൂർവ്വജന്മ പാപങ്ങൾ, ഇതെല്ലാം തന്നെ ഓരോ ജന്മങ്ങളുടെ കടുത്ത ദോഷങ്ങൾ കൊണ്ട് പ്രേത ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇത് എത്ര മനുഷ്യനും മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മരണാനന്തരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല വിചാരിക്കേണ്ടത്. മരിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ 100 ഇരട്ടിയായിട്ട്, വൈതരണി നദിയെക്കുറിച്ച് നമ്മൾ ഗരുഡപുരാണമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ കൃത്യമായി, നീ ഇന്ന കർമ്മം ചെയ്താൽ, നീ പ്രസവിച്ച അമ്മയെ തല്ലിയാൽ, നീ പ്രസവിച്ച അമ്മയെ ഇങ്ങനെ ചെയ്താൽ, നീ നിൻ്റെ അച്ഛനെ തല്ലിയാൽ, നീ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു പോയാൽ,
മാതാപിതാക്കളെ കണ്ണീര് വീഴ്ത്തിയാൽ നിനക്ക് നിന്റെ മക്കളിൽ നിന്നും വരാൻ പോകുന്ന ദയനീയമായിട്ടുള്ള ദുരന്തങ്ങൾ, നീ നിന്റെ വിശ്വസിക്കുന്നവരെ ചതിച്ചാൽ, വിശ്വാസ വഞ്ചന ചെയ്താൽ, ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നതാണ്. എന്തൊരു ദുരിതമാണ് കൊലപാതകം ചെയ്യുന്നത്, ഒരാളെ വേദനിപ്പിക്കുന്നത്, ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്, പറ്റിക്കുന്നത്, ഇതൊക്കെ തന്നെ അതിഭീകരമായ ദുരന്തങ്ങളിലേക്ക് പോയി ചെല്ലും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാനീ പറയുന്നതൊക്കെ തന്നെ എൻ്റെ മുമ്പിൽ വരുന്നവരുടെ ഫലങ്ങളാണ്. ഇതൊന്നും ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളല്ല. ഇപ്പം എൻ്റെ കൂടെ അവിടെ വന്ന ഈ നട തുറക്കുമ്പോൾ 21-ാം തീയതി 3-4 ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നു. എന്തോരം ആൾക്കാരാണ് ഈ കേരളത്തിനും കേരളത്തിന് പുറത്തു നിന്നും ആൾക്കാർ ഒന്നും അറിയിക്കാതെ വന്നത്, വെറുതെ കാണാനായിട്ട് വന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള. അപ്പം നമ്മൾ സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, സത്യവും ധർമ്മവും നീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും. അധർമ്മങ്ങളിലൂടെ ജീവിക്കുമ്പോൾ താൽക്കാലികമായ ഒരു സുഖം കിട്ടുമായിരിക്കും. പക്ഷേ അധർമ്മം ചെന്ന് വീഴുന്ന അഗാധമായ ഒരു പടുകുഴിയുണ്ട്, ഒരു വൈതരണിയുണ്ട്. അവിടെ നിന്ന് നമുക്ക് കരകയറാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ദോഷങ്ങളും ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വളരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ദ്രോഹിച്ച, എൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മളെന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, നമ്മൾ അറിയാതെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, നമ്മൾ ചതിച്ചിട്ടുണ്ടോ, നമ്മൾ അവനോട് സ്പർദ്ധത, നമ്മില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തും. കാലം രേഖപ്പെടുത്തുന്ന മുറിവുകളുണ്ട്, അത് ഉണങ്ങില്ല, അത് ജന്മാന്തരങ്ങൾ നിൽക്കും എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാൾ ജനിച്ചു മരിച്ചു അല്ലേ, ഒരാൾ ജനിച്ചു, അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചു, അവൻ ഒരു ദൈവവും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അബദ്ധങ്ങളിൽ ചെന്ന് പെടാം. അബദ്ധങ്ങളാണ് തിരിച്ചറിഞ്ഞ് അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായി പശ്ചാത്തപിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് അമ്പലത്തിൽ പോയി പൂജ ചെയ്തിട്ട് കാര്യമില്ല, ഭസ്മം ഇട്ടിട്ട് കാര്യമില്ല. ഇല്ലേ, മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയും. എന്താണ് ഭസ്മം ഇടുന്നത്? നീ എല്ലുപൊടിയാണ്, നീ വെറും ഭസ്മമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നതല്ലേ. നീ വെറും ഒരു ചട്ടിക്കകത്ത് ഒരു ചുവന്ന തുണി മൂടിക്കെട്ടിയിരിക്കുന്ന അത്രയേ ഉള്ളൂ. നിന്റെ ആകാരമായിട്ടുള്ള നിന്റെ ഈ ശരീരവും നിന്റെ ബുദ്ധിയും നിന്റെ കഴിവും നിന്റെ പണവും നിന്റെ പ്രതാപവും ഇതൊന്നുമല്ല. നീ ഒരു മൺചട്ടിക്കകത്തൊരു ചുമന്ന തുണി കെട്ടിതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ കുടുംബക്കാർ. ഏറ്റവും വലിയ പ്രതാപിയാണെങ്കിൽ പോലും, എത്രയും വലിയ രാജസിംഹാസനത്തിൽ ഇരുന്നവണെങ്കിൽ പോലും, നീ ജഡമായി കഴിഞ്ഞാൽ നീ ഒരു മൺകുടത്തിൽ തീരുന്ന ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ കർമ്മങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ പറയേണ്ട നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് പറയും, സ്വാമി ചിത്ര നക്ഷത്രത്തിൽ പറഞ്ഞാൽ ജനിക്കുന്ന കുടി നശിച്ചു പോകും. അത് അങ്ങനെ പറയുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത്, ഞാൻ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചതാണ്, അപ്പുറത്ത് മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അതിലൊരു സത്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിത്ര നക്ഷത്രത്തിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട്, ഒരാളുടെ രൂപം ഇങ്ങനെയാകുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ സംഭവിക്കുന്നത്? നമ്മൾ ആ നക്ഷത്രത്തിൽ ജനിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ? പക്ഷേ ഇതിനകത്തൊരു സത്യമുള്ള എന്താണ്? പൂർവ്വജന്മത്തിൽ ആ നക്ഷത്രം അനുസരിച്ച് ആ നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രത്തിലും വരിക. പക്ഷേ നീ ജനിക്കുന്ന നിന്റെ കർമ്മങ്ങൾ അനുസരിച്ചാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 30 ദിവസം രക്തത്തിൽ രക്തദൂഷ്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം. പ്രമേഹം പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുഴകളുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. പല്ലിന് കേടുണ്ടെങ്കിൽ, കാരണം രോഗദുരിതങ്ങൾ ഇടകലർന്ന് വരുന്ന ഒരു അവസ്ഥയാണ്. രോഗദുരിതങ്ങൾ മഴക്കാലമാണ്. ആ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു കാര്യം. പിന്നെ ചിത്ര നക്ഷത്രത്തിൽ പിറന്ന പെൺകുട്ടിയാണെങ്കിൽ ഭർത്താക്കന്മാരോടും മക്കളോടും, അല്ലെങ്കിൽ മകളാണെങ്കിൽ അമ്മയോടും കുടുംബക്കാരോടും സംസാരിക്കുമ്പോൾ വാക്കുകൾ ശത്രുക്കളാവാതെ സൂക്ഷിക്കുക. കോപാകുലയാകേണ്ട ഒരു അവസ്ഥ വരും. ഇഷ്ടപ്പെട്ട പ്രണയമുണ്ടെങ്കിൽ പ്രണയിക്കുന്ന പുരുഷനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് നമ്മൾ ക്രൂരമായി സംസാരിക്കേണ്ട ഒരു വാക്കുകൾ അസ്ത്രമാകുന്ന കാലം. ചിത്രക്കാരുടെ വാക്കുകൾ അസ്ത്രമാകുന്ന, കൊടുത്ത പണമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടതായി കരുതിക്കൊണ്ടാൽ മതി, തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടും. ഇനി തിരിച്ചു കിട്ടിയാൽ തന്നെ പലതായി ഘട്ടമായിട്ട് മാറി നമുക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തികമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അകാരമായിട്ടുള്ള ഈ ന്യൂറോ പ്രശ്നം ഞരമ്പുകൾക്ക് രോഗമുണ്ടാകാതെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് ഡോക്ടറുമായിട്ട് ഈ നിസ്സാരമായി രോഗങ്ങളെ ഈ ചിത്ര നക്ഷത്രക്കാർ രോഗങ്ങളെ നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക. നടുവേദന, എല്ലുകൾക്ക് ക്ഷതമുണ്ടാകുക, ഇത് വളരെ ശ്രദ്ധിക്കണം.
കടൽ ജലവുമായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടതോ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കടലിലേക്ക് പോവുക, കടൽ യാത്ര, ജലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഈ അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യരുത്. പിന്നെ സമ്മിശ്രിതമായിട്ടുള്ള ഒരുപാട് ഭാഗ്യവും അനുകൂലമായിട്ടുണ്ടെങ്കിൽ പോലും പൂർവ്വജന്മ ദോഷം കഠിനമായി സഞ്ചരിക്കുന്നത് കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ, ശനീശ്വര ക്ഷേത്രത്തിൽ, അയ്യപ്പക്ഷേത്രത്തിലും പരിഹാരം ചെയ്യണം. ഭഗവാന് മഹാദേവന് പിന്നെ കൂവളമാല ചാർത്തുന്നത് നല്ലതാണ്. ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല ചാർത്തുന്ന വളരെ തിരുവനന്തപുരം ഭാഗത്തുള്ളതാണെങ്കിൽ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും യാത്രകളിൽ ഒന്ന് സൂക്ഷിക്കുന്നത്, യാത്രകളിൽ പോകുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ പോകുകയാണെങ്കിൽ മുമ്പിലിരിക്കുന്ന ആളുടെ ഒന്ന് ചിത്ര നക്ഷത്രക്കാരാണെങ്കിൽ വണ്ടി ഓടിക്കുന്നെങ്കിൽ, ചിത്ര നക്ഷത്രക്കാരാണ് പുറകിരിക്കുമെങ്കിൽ പിടിക്കുമ്പോൾ ബലക്കുറവുണ്ടായി ഒരു വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, കാരണം പൂർവ്വജന്മത്തിൽ ഈ സമയത്താണ് ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ സ്വാമി ദോഷങ്ങൾ മാത്രമാണ് പറയുന്നത്. സ്വാമി പറയുന്നത് കേട്ടാൽ ഞങ്ങൾക്ക് ഭയം തോന്നുന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്. നിങ്ങൾക്കെല്ലാം നല്ല കാലങ്ങളും ഉള്ളതിൻ്റെ കൂടെ തന്നെയാണ് ഈ പൂർവ്വജന്മ ദോഷവും കൂടെ ഞാൻ ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. അതിന് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് എന്തെങ്കിലും പരിഹാര ക്രിയകൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഗ്രഹനിലയൊക്കെ കൊടുത്ത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ടുള്ള നല്ല പരിഹാരങ്ങളൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.